2 ദിവസം മുമ്പ് CM പറഞ്ഞ ഒരു കാര്യം, കപ്പൽ നിർമ്മാണശാല ടാറ്റയുടെ 10,000 കോടി രൂപയുടെ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇന്ന് ടാറ്റയുമായി ഒരു പത്രത്തിന്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ CM അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങളിത് അഭിമുഖം കേൾക്കുന്നില്ല എന്ന മറുപടിയാണ് ടാറ്റ. എൻ്റെ ശ്രദ്ധയിലും അത് വന്നു, നിങ്ങളെ ഈ പറഞ്ഞ കാര്യം. പക്ഷെ ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമന്റിലേക്ക് പോകുന്നില്ല. ഏതാണ് വസ്തുത എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഏതായാലും ടാറ്റ അറിഞ്ഞുകൊണ്ടൊരു കാര്യം വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വന്നതായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം പറയാം. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈകാര്യം ചെയ്ത CMDR ഒരുപാട് പേർക്ക് അതുകൊണ്ട് സഹായങ്ങൾ കൊടുക്കാനും സാധിക്കുന്നത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ 2 മാസമായി അതിനുള്ള സഹായങ്ങൾ വളരെ പരിമിതമാണ്. മുമ്പൊക്കെ ഒരു മാസം 50 കോടി രൂപ വരെ അതുവഴി സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് മുമ്പൊക്കെ സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതി കൊടുത്താണ് പല ആനുകൂല്യങ്ങളും കൊടുത്തത് എന്നാണ്. ഇപ്പം ഓൺലൈനിൽ ഉണ്ടായിരുന്ന സുതാര്യമായ അട്ടിമറിച്ച് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? നമ്മളെ നാട് കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പുറകോട്ട് പോകാനല്ല എപ്പോഴും താല്പര്യം കാണിക്കേണ്ടത്. നമ്മുടെ ഈ നിങ്ങൾ പറഞ്ഞ CMDRFുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ പല വിധത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. അതിൽ ചിലർ തെറ്റായത് ഉപയോഗിച്ചു എന്ന പരാതികളുണ്ടായിരുന്നു. പ്രാദേശികമായി ചില ആളുകൾ വിചാരിച്ചിട്ടാണ് ഈ സഹായം കിട്ടിയത്. ചെറിയ കാശായിരിക്കും. ആ ചെറിയ കാശിൽ നിന്ന് വിഹിതം പറ്റിയ ആളുകളെ പറ്റിയടക്കം പരാതികൾ മുൻപ് കേട്ടിരുന്നു. അങ്ങനെയെല്ലാമുള്ള അനുഭവം ധാരാളം UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിലുണ്ടായതാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കൃത്യമായ നടപടിക്രമം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം LDF സർക്കാർ നിയതമായ മാനദണ്ഡങ്ങൾ വെച്ചു. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. വഖഫ് ബോർഡ് വിഷയത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വൈദ്യുതി വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഉൾപ്പെടെ സർക്കാരിന് പരാജയം പറ്റിയെന്ന് പിണറായി വിജയൻ ആരോപിക്കുകയാണ്.